നമസ്കാരം. ശിവഭക്തർ വീടുകളിൽ വളർത്തേണ്ടതായ ചില ചെടികളെക്കുറിച്ചും ശിവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വിരിയുന്നതായ ചില പുഷ്പങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികളാണ് എങ്കിൽ, അഥവാ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, ഇവർ അറിയാതെയെങ്കിലും ഈ ചെടികൾ നട്ട് വളർത്തുന്നതുമാണ്. അല്ലെങ്കിൽ ആ വീടുകളിൽ ധാരാളമായി ഇത്തരം പുഷ്പങ്ങൾ വിടരുകയും ചെയ്യും. എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ പുഷ്പം നീല ശംഖുപുഷ്പമാണ്. നീല ശംഖുപുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശനി പ്രീതിക്കും ഉത്തമം തന്നെയാണ് നീല ശംഖുപുഷ്പം. മറ്റ് ദേവതകൾക്കും സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ പരമശിവന്റെ അനുഗ്രഹമുള്ള വീടുകളാണ് എങ്കിൽ, അഥവാ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, തീർച്ചയായും ആ വീടുകളിൽ ധാരാളമായി ശംഖുപുഷ്പം വിടരുന്നതാണ്. കിഴക്ക് ദിശയിൽ കൂടുതലായും ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരുന്നു എന്നതാണ് വാസ്തവം. അഥവാ പിടിച്ചു വരുന്നു. അത് തനിയെ പിടിച്ചു വരികയാണ് എങ്കിൽ പോലും അത് ശിവാനുഗ്രഹത്താൽ പരമശിവന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ പോകുന്നതായ അവസരത്തിൽ വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും, കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഭഗവാന് ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. തിങ്കളാഴ്ച വെള്ള പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ ഒരു പുഷ്പം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റൊരു പുഷ്പം നന്ദ്യാർവട്ടമാണ്. പണ്ടെല്ലാം വീടുകളിൽ ധാരാളമായി ഉണ്ടായിരുന്നതും ആളുകൾ നട്ടു വളർത്തിയിരുന്നതുമായ ഒരു സസ്യം കൂടിയാണ് നന്ദ്യാർവട്ടം. ഇവ വീടുകളിൽ വളരുന്നു എങ്കിൽ, തനിയെ വളർന്നു വരുന്നു എങ്കിൽ പോലും മഹാഭാഗ്യമാണ്. ഇനി അഥവാ നിങ്ങളുടെ വീടുകളിലില്ല എങ്കിൽ തീർച്ചയായും വീടുകളിൽ നട്ടു വളർത്തേണ്ട പ്രധാനപ്പെട്ടതായ സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് നന്ദ്യാർവട്ടം. ഇവ വീടുകളിൽ തനിയെ വളർന്നു വരുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ഇനി അഥവാ വീടുകളിലുണ്ട് എങ്കിൽ ധാരാളമായി പൂക്കുകയോ അല്ലെങ്കിൽ ഇവ പൂക്കുകയോ ചെയ്യുന്നത്, അഥവാ ഈ പുഷ്പം വിരിയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്ന് വരുന്നതിൻ്റെ സൂചനയും, ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ആരോഗ്യം വർദ്ധിക്കുന്നതിൻ്റെ, രോഗദുരിതങ്ങൾക്ക് ശമനം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും പടിഞ്ഞാറ് ദിശയിൽ അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ തനിയെ വളരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്നതോ ഏറ്റവും വിശേഷമാണ്. അതിനാൽ തീർച്ചയായും ഈ പുഷ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. തിങ്കളാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ഈ പുഷ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് നിത്യ കല്യാണിയാണ്. പലപ്പോഴും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു സസ്യം തന്നെയാണ് നിത്യകല്യാണി. നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് മഹാദേവന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം. ഈ സസ്യം പൂവിടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരവും സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഇവ പ്രത്യേകിച്ചും കിഴക്ക് വശത്ത് തനിയെ വളർന്നു വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നട്ടു വളർത്തുന്നതോ ഏറ്റവും ശുഭകരമായി ഭവിക്കും. പ്രത്യേകിച്ചും ധാരാളമായി തനിയെ പിടിക്കുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ നിലനിൽക്കുന്നതിൻ്റെ, വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു സസ്യം മന്ദാരമാണ്. മന്ദാരം പല വീടുകളിലും ഉണ്ടാകുന്നതായ ഒരു സസ്യം തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ഇത് ഉണ്ട് എങ്കിൽ അത് സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഇവ വീടുകളിൽ തനിയെ വളർന്നു വരുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭകരമായ ചില കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം.
എന്നാൽ നിങ്ങളുടെ വീടിന്റെ ഏത് ദിശയിലാണ് എങ്കിലും ഇവ ധാരാളമായി വളരുകയാണ് എങ്കിൽ, പിടിച്ചു വരികയാണ് എങ്കിൽ ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഇവ പൂവിടുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതുമാണ്. തിങ്കളാഴ്ച വിളക്ക് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലാണ് എങ്കിലും വിളക്ക് തെളിയിച്ച് ഈ പുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം അഥവാ ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നു ചേരുവാൻ സഹായകരമാണ്. ശിവപാർവതിമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു ദൈവിക വൃക്ഷമാണ് കൂവളം. വീടിന്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ കൂവളം നട്ട് പരിപാലിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. വീടിനോട് ചേർന്ന് പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഇനി അഥവാ വീടിന്റെ അരികിലായാണ് എങ്കിൽ പോലും നിങ്ങൾ അതിർത്തി തിരിച്ച് അപ്രകാരം കാത്തു സൂക്ഷിക്കുന്നത്, നിലനിർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ അനുഗ്രഹം വിളങ്ങി നിൽക്കുന്നതായ ഭൂമിയാണ് നിങ്ങളുടേത് എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. മറ്റൊരു സസ്യം മുല്ലയാണ്. ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വീടുകളിലും മുല്ല പിടിച്ചു വരുന്നു എന്നത് വാസ്തവമാണ്. ലക്ഷ്മി നാരായണന്മാർക്കും വിശേഷപ്പെട്ടതായ ഒരു സസ്യം കൂടിയാണ് മുല്ല. എന്നാൽ മുല്ല വീടുകളിൽ വളരുന്നു എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹത്തെ കൂടി സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. പ്രത്യേകിച്ചും പടിഞ്ഞാറ് ദിശയിൽ വളർന്നു വരികയാണ് എങ്കിൽ, ധാരാളമായി വളർന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭഗവാന് മുല്ലപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നതും ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് ഈ പുഷ്പം സമർപ്പിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ, പ്രത്യേകിച്ചും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് സർവ ഈശ്വരപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ മറ്റൊരു സസ്യം കൂടി നിങ്ങളുടെ വീടുകളിൽ തനിയെ വളർന്നു വരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് എങ്കിൽ ശുഭകരമാണ്. അത് വെറ്റിലയാണ്. വെറ്റില നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു എന്ന പ്രത്യേകത വെറ്റിലയ്ക്കുണ്ട്. അതിനാൽ തീർച്ചയായും ഇവ നിങ്ങളുടെ വീടുകളിൽ വളരുന്നു എങ്കിൽ ശരിയായ രീതിയിൽ തന്നെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റ് സസ്യങ്ങളെയും നിങ്ങൾ പരിപാലിക്കുക. ശരിയായ രീതിയിൽ ഈ സസ്യങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്കുനാൾ ഐശ്വര്യം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഈ പരാമർശിച്ചിരിക്കുന്നതായ പുഷ്പങ്ങൾ ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇവ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. നിത്യവും ഇതിൽ ഉണ്ടാകുന്നതായ പുഷ്പങ്ങൾ വിളക്ക് തെളിയിച്ച് മുൻപ് പരാമർശിച്ച പോലെ തന്നെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ്. മേൽ പരാമർശിച്ച പോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ്. ഇവർ തീർച്ചയായും ശിവാരാധന മുടക്കാതെ തന്നെ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ഈ പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസം ക്രമേണ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും.